എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 10ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് മലയാളം കേരള പാഠാവലി, അതിലെ 3ാമത്തെ യൂണിറ്റ് വിസ്തൃത ലോകവിധാനത്തിൽ, അതിലെ ഒരു പ്രവേശകവും പാഠവുമാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്രകൃതി ഓരോ ദിനം കഴിയുന്തോറും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ആരാണ് ഈ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്? മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചുറ്റുപാടുകളാണോ ഇന്നുള്ളത്? ഒരിക്കലുമല്ല. പണ്ട് നമ്മുടെ പറമ്പുകളിലൊക്കെയും നിറയെ വൃക്ഷങ്ങളായിരുന്നു. മാവുകളും പ്ലാവുകളും എന്നു തുടങ്ങി വിവിധ ഇനം വൃക്ഷങ്ങൾ. എന്നാൽ ഇന്ന് അവയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അവന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, അവന്റെ നിലനിൽപ്പിനു വേണ്ടി, രമ്യഹർമ്മങ്ങൾ പണിയുന്നതിനു വേണ്ടി വൃക്ഷങ്ങളെല്ലാം വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പരിസ്ഥിതി ആകെ അതുമൂലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, അതിന്റെ നന്മ, അതിന്റെ ഗുണങ്ങൾ, അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയെ നമ്മൾ മനുഷ്യർ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി നമുക്കെതിരെ തിരിയുന്നു. നമുക്കത് വ്യക്തമായിട്ട് അറിയാം. ഓരോ വർഷവും നമുക്ക് നേരെ വെള്ളപ്പൊക്കമായും രൂക്ഷമായ വരൾച്ചയായും കൊടുങ്കാറ്റായും ഉരുൾപൊട്ടലായും ഭൂമികുലുക്കമായും ഒക്കെ തിരിച്ചടിക്കുകയാണ് പ്രകൃതി. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. പരിസ്ഥിതിയെ സംരക്ഷിക്കാതിരുന്നാൽ അതിന്റെ ദോഷം തീർച്ചയായിട്ടും നമുക്ക് വന്നു ഭവിക്കും എന്നത് ഉറപ്പു തന്നെയാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള പാഠങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്റെ ക്ലാസ്സിലേക്ക് വായോ, കാണൂ, കേൾക്കൂ, പഠിക്കൂ. കൂടാതെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നമുക്കാദ്യം നമ്മുടെ പ്രവേശകം ഒന്ന് പഠിക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാം, നമുക്കെല്ലാം സുപരിചിതമായ നാമം. ഭാരതത്തിന്റെ 11ാമത് രാഷ്ട്രപതി, ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദഗ്ധൻ. മിസൈൽ സാങ്കേതിക രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ അതുല്യമാണ്. അതിനാൽ അദ്ദേഹത്തെ ഇന്ത്യയിലെ മിസൈൽ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിൽ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് കുട്ടികളോട് സംവദിക്കുക എന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതിനാൽ അദ്ദേഹം ഭാരതത്തിലെ പല വിദ്യാലയങ്ങളും സന്ദർശിച്ച് കുട്ടികളോട് സംവദിക്കുക പതിവായിരുന്നു. കുട്ടികളെ അദ്ദേഹം സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. എന്ത് തരം സ്വപ്നമാണ് അദ്ദേഹം കാണാൻ പഠിപ്പിച്ചത്? നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ കഠിന പരിശ്രമം ചെയ്യണം. സ്ഥിരോത്സാഹം നമ്മുടെ ഉള്ളിൽ വേണം. ഒരിക്കലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും അത് നേടുന്നതുവരെ പിന്മാറരുത്. അത് നമ്മുടെ ജീവിത ഉയർച്ചകൾക്ക് കാരണമായി തീരും. അതുപോലെ യുവാക്കളെ ലക്ഷ്യബോധമുള്ളവരാക്കാനും സ്ഥിരോത്സാഹമുള്ളവരാക്കാനും അദ്ദേഹം തന്റെ പ്രഭാഷണത്തിലൂടെ ഉദ്ബോധിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു വിദ്യാലയത്തിൽ, ഷില്ലോങ്ങിലാണ്, അവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ആ വിദ്യാലയത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഹൃദയാഘാതം വന്ന്, അത് 2015 അദ്ദേഹം നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. അങ്ങനെയുള്ള
നമുക്കെല്ലാം സുപരിചിതമായ, നമ്മളെല്ലാം സ്നേഹിക്കുന്ന ആ വ്യക്തിത്വം ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു വാക്യം, അതാണ് നമുക്ക് ഇവിടെ പ്രവേശകമായി നൽകിയിട്ടുള്ളത്. ആ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ അദ്ദേഹം എന്താണ് വ്യക്തമാക്കി തരുന്നത്? ഉണർവോടെയും ലക്ഷ്യബോധത്തോടെയും രാഷ്ട്ര നഭസിൽ അഗ്നിച്ചിറകുകൾ വീശി പുതിയൊരു ലോകം സൃഷ്ടിക്കുന്നത് സ്വപ്നം കാണാൻ അദ്ദേഹം യുവാക്കളെ പ്രചോദിപ്പിച്ചു. അങ്ങനെ പ്രചോദിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും സംവാദങ്ങളുമാണ് പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ എന്ന പുസ്തകത്തിലുള്ളത്. ഇവിടെ മലിനീകരണ മുക്തമായ, ശുദ്ധവും ഹരിതാഭവുമായ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വികസനം അത് അനിവാര്യമാണ്. പക്ഷേ ആ വികസനം സുസ്ഥിരമായിരിക്കണം. രാജ്യം പുരോഗതിയിലേക്ക് കുതിച്ചു വരുമ്പോൾ വികസനം വേണ്ടതു തന്നെ. എന്നാൽ അത് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം തട്ടാത്ത വിധത്തിലുള്ള വികസനമായിരിക്കണം. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന വികസനം അങ്ങനെയല്ല എന്നു കാണാം. പരിസ്ഥിതിക്ക് ദോഷം വരുന്നതൊന്നും കൂട്ടാക്കാതെയുള്ള വികസനം അത് പ്രകൃതിക്ക് വലിയ ദോഷം തന്നെ സൃഷ്ടിക്കുന്നു. പ്രകൃതി നമുക്കെതിരായിട്ട് തിരിയുന്നതിനും അത് ഇടയാക്കുന്നു. തീർച്ചയായിട്ടും പരിസ്ഥിതിക്ക് ദോഷം വരാത്ത, മലിനീകരണ മുക്തമായ, ശുദ്ധമായ, ഹരിതാഭമായ ഒരു സുസ്ഥിര വികസനമാണ് തീർച്ചയായിട്ടും വേണ്ടതെന്നാണ് അദ്ദേഹം ഈ വാക്യത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പ്രവേശകം പഠിച്ചു കഴിഞ്ഞല്ലോ. നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. നമ്മുടെ കഥയുടെ പേര് മണ്ണും മനുഷ്യനും. ഈ കഥ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ ടി പത്മനാഭനാണ്. കഥയുടെ പേര് പോലെ തന്നെ മണ്ണും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്. മണ്ണില്ലാതെ മനുഷ്യനില്ല. ഇവിടെ നമ്മുടെ കഥയിലെ ഒരു കഥാപാത്രം എഴുത്തുകാരൻ തന്നെയാണ്. അദ്ദേഹം ഒരു സന്ധ്യാസമയത്ത് തന്റെ വീടിന്റെ മുറ്റത്ത് ഒരു കസേരയിൽ അങ്ങനെ ഇരിക്കുന്നു. മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനങ്ങനെ ഇരുന്നു. പതിവ് പോലെ എന്റെ മടിയിൽ ഒരു പഴയ കവിതാ പുസ്തകവും ഉണ്ടായിരുന്നു. പുസ്തകം ഉണ്ടായിരുന്നു എങ്കിലും ഞാനത് വായിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ശീലത്തിന് അതെടുത്തു എന്നേ ഉള്ളൂ. വായിച്ച് എല്ലാം മനഃപ്പാഠമായിരുന്നു. അവിടെ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ആ അസ്തമയ ആകാശവും സൂര്യനും എല്ലാം കണ്ട് ആനന്ദിക്കുകയാണ്. ആകാശം പല വർണ്ണങ്ങളാൽ മനോഹരമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മടിയിൽ ഒരു കവിതാ പുസ്തകവുമുണ്ട്. അത് അദ്ദേഹം വായിക്കുന്നില്ല. കാരണം അതിലെ ഓരോ വരികളും അദ്ദേഹത്തിന് കാണാപ്പാഠമായിരുന്നു, മനഃപ്പാഠമായിരുന്നു. ഇതിൽ നിന്നും നമുക്ക് അദ്ദേഹം ഒരു കവിതാസ്വാദകനാണെന്ന് കൂടി മനസ്സിലാക്കാവുന്നതാണ്. കവിതയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവി, അദ്ദേഹത്തിന്റെ വരികളാണ് മനസ്സിൽ. മുറുകിയ ഒരു കമ്പി ആരോ പതുക്കെ മീട്ടുന്നത് പോലെ ഞാനിങ്ങനെ മൂളുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ മടിയിലിരുന്ന പുസ്തകത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ പുസ്തകം അത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കവിയുടേതാണ്. അതിലെ വരികളെല്ലാം അദ്ദേഹത്തിന് കാണാതെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം ആ ഇരിക്കുന്ന വേളയിൽ പതുക്കെ അതിലെ വരികൾ മൂളുന്നുണ്ടായിരുന്നു. ആ മൂളുന്നതിനെ ഇവിടെ എങ്ങനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? ഒരു മുറുകിയ കമ്പി ആരോ പതുക്കെ മീട്ടുന്നത് പോലെ, ഒരു വീണയിൽ അതിന്റെ കമ്പിയിൽ പതുക്കെ സ്പർശിച്ചുണ്ടാകുന്ന മനോഹരമായ ആ ഒരു സംഗീതം പോലെ അദ്ദേഹം അങ്ങനെ പാടുന്നുണ്ടായിരുന്നു. ആ കവിത അദ്ദേഹം പാടുന്നു. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായിക്കുന്ന വേലിക്കു വർണ്ണങ്ങൾ പൂവാൻ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. വരികൾ നിങ്ങൾ
കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ സുപ്രസിദ്ധമായ വരികൾ. ഈ വരികൾ കേട്ടപ്പോൾ കവിത ഏതാണെന്ന് മനസ്സിലായോ? കവിതയുടെ പേര് പൂക്കാലം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന കവി ആരായിരിക്കണം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉടനെ ഉത്തരം കിട്ടും. മറ്റാരുമല്ല, മഹാകവി കുമാരനാശാൻ. കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയാണ് ആ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ മടിയിലിരിക്കുന്നത്. വീണ്ടും വീണ്ടും എന്റെ കവിയുടെ വരികൾ ഞാനങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ആ മുറ്റത്ത് ഇരിക്കുമ്പോൾ സമയം സന്ധ്യാസമയം ആണ്. അന്ത്യവെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുകയായിരുന്നു. എങ്കിലും അപ്പോഴും എന്റെ പറമ്പിന്റെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും വള്ളികളും അവയിലെ പൂക്കളും എനിക്ക് കാണാമായിരുന്നു. അദ്ദേഹം എന്തിനാണ് ആ സൂര്യൻ അസ്തമിക്കാറായ സന്ധ്യാസമയത്ത് മുറ്റത്ത് അങ്ങനെ വന്നിരിക്കുന്നത്? പ്രകൃതിയെ കാണാനായിട്ടാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വർണ്ണനിറങ്ങൾ നിറഞ്ഞ ആകാശം, അതിലെല്ലാം ഉപരി ആ പ്രകൃതിയിലെ വൃക്ഷങ്ങൾ, പൂക്കൾ, ഇതൊക്കെ കാണാനായിരുന്നു. ഇരുട്ട് വന്നു ചേരുമ്പോഴും അദ്ദേഹം ആ മരങ്ങളും പൂക്കളും എല്ലാം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരങ്ങളെ, കവിതകളെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കഥാകാരൻ അല്ലെങ്കിൽ കഥാനായകൻ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അദ്ദേഹം ഓർക്കുകയാണ്, ഞാൻ ഇവിടെ വരുമ്പോൾ അത് കൊച്ചിയിലെ എന്റെ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്തപ്പോഴാണ്. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഓർക്കുന്നു, കുറെ കാലം മുമ്പ് ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്തപ്പോൾ ഒരു പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്ത് താമസിക്കണമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം ഈ ഗ്രാമത്തിലെത്തുകയാണ്. ഈ സ്ഥലം മുഴുവൻ വലിയ കാട് പോലെയായിരുന്നു. എന്ന് വെച്ചാൽ നിറയെ മരങ്ങൾ ഇടതിങ്ങി നിൽക്കുന്ന പ്രദേശം. അതാണ് കാട് പോലെ എന്ന് പറയുന്നത്. എനിക്ക് തൃപ്തിയായി. കണ്ടോ, അദ്ദേഹത്തിന് ആ സ്ഥലം കണ്ടപ്പോൾ, ആ മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിന് വലിയ തൃപ്തിയായി. കുണ്ടും കുഴിയും ഒന്നുമില്ലാതെ നല്ല സമനിരപ്പായ സ്ഥലം. ആ സ്ഥലം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത് നോക്കൂ, 2 വരികളായിട്ട് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നു. ഇഹമേ നിഭൃത പ്രശാന്തം ഈ ഉലക് ഹാ ഹന്ത നിസർഗ സുന്ദരം. എന്താണ് ഇതിന്റെ അർത്ഥം? ഇഹം ഇവിടെ, മേ എനിക്ക്, നിഭൃതം നിറഞ്ഞത്, പ്രശാന്തം ഇവിടം എനിക്ക് നല്ല ശാന്തത നിറഞ്ഞതാണ്. കൂടാതെ ഈ ഉലക് ലോകം, ഈ ലോകം മുഴുവൻ നിസർഗ സുന്ദരമാണ്, ജന്മനാൽ തന്നെ സുന്ദരമായിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അവിടം പ്രശാന്ത സുന്ദരമാണ്, ജന്മനാൽ തന്നെ, ആദ്യം മുതൽ തന്നെ നല്ല സുന്ദരമായിട്ടുള്ളതുമാണ്. ഇവിടുത്തെ വലിയ ഒരു വീട്ടുകാരുടേതായിരുന്നു ഈ സ്ഥലമൊക്കെ. ഭൂമി വിറ്റ് ജീവിക്കേണ്ട ആവശ്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും എന്റെ ആവശ്യം കേട്ടപ്പോൾ അവർ വിസമ്മതമൊന്നും കാട്ടിയില്ല, വലിയ വിലയും വാങ്ങിയില്ല. അങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ കുടിയേറ്റക്കാരനായി ഞാൻ എത്തിച്ചേർന്നു. നമ്മുടെ കഥാനായകൻ ആ പ്രദേശത്ത് എത്തിച്ചേരാനുണ്ടായ കാരണമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ജോലിയിൽ നിന്നും, തിരക്കുള്ള നഗരമാണല്ലോ കൊച്ചി, ആ ബഹളത്തിൽ നിന്നും തിരക്കിൽ നിന്നും മോചിതനാകാൻ ആഗ്രഹിക്കുന്നു. റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹം ഈ പ്രശാന്ത സുന്ദരമായ ഗ്രാമത്തിലെത്തി. അവിടെ കുറച്ച് ഭൂമി വില കൊടുത്തു വാങ്ങി അവിടെ ഒരു ചെറിയ വീട് പണിത് താമസിക്കുകയാണ്. ആദ്യമായിട്ട് ആ പ്രദേശത്ത് വന്ന് താമസിക്കുന്ന, പുറമേ നിന്ന് വന്ന് താമസിക്കുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ആദ്യത്തെ കുടിയേറ്റക്കാരനാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുന്നത്. മെയിൻ റോഡിൽ നിന്നും 10 മിനിറ്റ് നടന്നാൽ ഇവിടെ എത്താം. നഗരത്തിന്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ല, തികച്ചും ശാന്തം. ഇതായിരുന്നു ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന കാരണം. അദ്ദേഹത്തെ ആ സ്ഥലം മേടിക്കാനായിട്ട്, അവിടെ താമസിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാന കാരണം എന്താണ്? അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, അവിടെ നഗരത്തിന്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ല, തികച്ചും ശാന്തം. അദ്ദേഹം ഇഷ്ടപ്പെടുന്നതും അതാണ്, ബഹളം ഒന്നുമില്ലാതെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം. എനിക്ക് ശേഷം വേറെയും ആൾക്കാർ അവിടെ വന്നു.
ചെറുതും വലുതുമായ വീടുകൾ ഇവിടെ പൊന്തി. പക്ഷേ എന്നെ ഏറ്റവും അമ്പരപ്പിച്ചത് എന്റെ അയൽപക്കത്തെ വീടായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ സ്ഥലം വാങ്ങി ഒരു ചെറിയ വീടൊക്കെ വെച്ച് താമസിച്ചു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഓരോ ആളുകളായിട്ട് അവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് വീടുകൾ വെച്ച് താമസിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ അദ്ദേഹത്തിനെ ഏറ്റവും അമ്പരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ തൊട്ട അയൽവാസി അയാളുടെ വീടായിരുന്നു. എന്താണ് ആ വീടിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ആ അയൽവാസിയുടെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ അദ്ദേഹം പറയുന്നു, അത് ഒരു വീടായിരുന്നില്ല, പിന്നെ എന്തായിരുന്നു? വലിയ ഒരു ബംഗ്ലാവായിരുന്നു, അല്ലെങ്കിൽ ഒരു കൊട്ടാരം തന്നെയായിരുന്നു. നമ്മുടെ കഥാനായകന്റെ വീട് വളരെ ചെറുതാണ്, ചെറിയ ഒരു വീടാണ്. അതിന്റെ തൊട്ട അയൽപക്കത്ത് ഒരാൾ വന്നൊരു വീട് പണിയുന്നു. അതൊരു വലിയ കൊട്ടാരമായിരുന്നു. എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട്? അദ്ദേഹം ചിന്തിക്കുന്നു, എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ കൊട്ടാരം പോലെയുള്ള വീട്? പക്ഷെ അത് തീരുമാനിക്കേണ്ടത് വീട് വെക്കുന്ന ആളാണല്ലോ, ശരിയല്ലേ? വീട് എങ്ങനെയുള്ളതായിരിക്കണം, ചെറുതു വേണോ വലുതു വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് പണിയുന്ന ആളായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഇന്ന് പല സ്ഥലങ്ങളിലും വലിയ ബംഗ്ലാവ് പോലെ, മാളിക പോലെയുള്ള വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. മിക്കവാറും വീടുകളിൽ ഒരു അച്ഛൻ, അമ്മ, 2 മക്കൾ, ഇത്രയും പേരെ ഉണ്ടാവൂ. പക്ഷെ പണിയുന്നത് വലിയ മണിമാളികയായിരിക്കും. യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കൂടാതെ പലരും വിദേശത്തൊക്കെ പോയിട്ട് ധാരാളം പണം ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വലിയ ബംഗ്ലാവ് പണിയുന്നു. എന്നിട്ട് അവർ വിദേശത്തേക്ക് മടങ്ങിപ്പോകുന്നു. ചിലപ്പോൾ ഈ വീടുകൾ ആൾതാമസമില്ലാതെ അങ്ങനെ കിടക്കും. ചിലപ്പോൾ ആ വീടുകളിൽ അവരുടെ പ്രായമായ അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിരിക്കും. എങ്കിലും വീടുകൾ വലിയ മണിമാളികയായിട്ട് തന്നെ പണിയുന്നു. എത്ര വീടുകൾ! ഇദ്ദേഹം ചോദിക്കുന്നത് ശരിയാണ്, എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട്? അവർക്ക് നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു വീട് മതിയല്ലോ. പക്ഷെ ആരും അത് ചിന്തിക്കാറില്ല. അത് ചിന്തിക്കേണ്ടത് വീട് പണിയിപ്പിക്കുന്ന ആളാണ്. വീട് വെക്കുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ ആർക്കും അദ്ദേഹത്തെ കുറിച്ച് അധികമൊന്നും അറിയാമായിരുന്നില്ല. നമ്മുടെ കഥാനായകന്റെ തൊട്ടയൽപക്കത്തെ വീട്ടുകാരനെ കുറിച്ചാണ് പറയുന്നത്. അയാളൊരു വലിയ കൊട്ടാരമാണല്ലോ പണിതിരിക്കുന്നത്. പക്ഷെ അയാളെ കുറിച്ച് ആർക്കും വലിയ അറിവില്ല. ആകെ അറിഞ്ഞത് ഇത്രമാത്രമായിരുന്നു, അകലെ എവിടെയോ ഉള്ള ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം കാശുണ്ടാക്കി. ഇപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ് ഉണ്ട്. ഭാര്യ നേരത്തെ മരിച്ചുപോയി. മക്കൾ 2 പേർ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു. ഇത്രയും കാര്യമാണ് ആളുകൾക്ക് കുറച്ചെങ്കിലും അറിയാമായിരുന്നത്. ഈ വലിയ കൊട്ടാരം പോലെയുള്ള വീട് വച്ചിരിക്കുന്ന ആള് ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം പണം സമ്പാദിച്ചു. അയാളുടെ ഭാര്യ നേരത്തെ തന്നെ മരിച്ചു. അയാൾക്ക് പല സ്ഥലങ്ങളിലും വലിയ ബിസിനസ് ഉണ്ട്. 2 ആൺമക്കളാണുള്ളത്. അവര് 2 പേരും അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുകയാണ്. അയാളുടെ പേര് ഒരു KU നായർ. അയാളുടെ പേരതാണ്, അത്രേ അറിയുള്ളൂ, KU നായർ. ഒരു പക്ഷേ ഈ KU എന്നത് ഉണ്ണികൃഷ്ണനാകാം, അല്ലെങ്കിൽ ഉമാനാഥനാകാം, അല്ലെങ്കിൽ ഉണ്ണീരിക്കുട്ടിയാകാം. അതൊന്നും ആർക്കും അറിയില്ല. ആകെ അറിയാവുന്നത് KU നായർ എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം വീട് വെച്ചതിനെ കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. കണ്ണടച്ച് തുറക്കുന്നതിനിടയിലാണ് പണി പൂർത്തിയായത്. അതാണ് കഥാനായകൻ അയാൾ വീട് വെച്ചതിനെ കുറിച്ച് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഒരു വീട് വയ്ക്കുക എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു വലിയ കൊട്ടാരം പോലെയുള്ള വീട് വയ്ക്കുക എന്ന് വെച്ചാൽ കുറെ കാലം വേണ്ടിവരും പണി തീരാനായിട്ട്. പക്ഷേ ഇവിടെ ഈ KU നായർ വീട് വെച്ചത് പെട്ടെന്ന് കണ്ണടച്ചു തുറക്കുന്നതിനിടെ, എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ആ വലിയ കൊട്ടാരം അയാൾ പണിതു തീർത്തു. അത് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിതു കൊടുത്തതുപോലെ. അറബിക്കഥയിലെ രാജകുമാരന് ഒരു ഭൂതത്തെ കിട്ടി. ഭൂതം രാജകുമാരൻ എന്തു പറഞ്ഞാലും അത് അപ്പോൾ തന്നെ സാധിച്ചു കൊടുക്കും. രാജകുമാരൻ പറയുകയാണ്, എനിക്കൊരു മണിമാളിക വേണം. ആ രാജകുമാരൻ പറയുന്ന നിമിഷം തന്നെ അവിടെ ഭൂതം മണിമാളിക നിർമ്മിച്ചു. അങ്ങനെ എന്ത് പറഞ്ഞാലും ഭൂതം ചെയ്തു കൊടുക്കും. അതുപോലെ ആ ഭൂതം രാജകുമാരന് ചെയ്തു കൊടുക്കുന്നത് പോലെ നിമിഷ നേരം കൊണ്ട് തന്നെ, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തന്നെ, എന്ന് വെച്ചാൽ അധിക കാലത്തിനുള്ളിൽ തന്നെ ഈ വലിയ കൊട്ടാരം നമ്മുടെ KU നായർ പണിതുയർത്തി. ഭൂതത്തിന്
രാജകുമാരന്റെ കാര്യങ്ങൾ, രാജകുമാരൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു രാത്രി മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു രാത്രി പോരാ. ഒരു വലിയ കൊട്ടാരം നിർമ്മിക്കാൻ ഒരു രാത്രി എന്തായാലും തികയില്ല. ഇവിടെ ഏതാനും ആഴ്ചകൾ വേണ്ടി വന്നു എന്ന വ്യത്യാസമുണ്ട്. ആഴ്ചകളെ വേണ്ടി വന്നിട്ടുള്ളൂ, മാസങ്ങളൊന്നും എടുത്തില്ല, വെറും ആഴ്ചകൾ മാത്രം. പിന്നെ ഭൂതങ്ങൾക്ക് പകരം ഇവിടെ ആരാണ് ഉണ്ടായിരുന്നത്? ഇവിടെ എഞ്ചിനീയർമാരും ഓവർസിയർമാരും ജോലിക്കാരും പിന്നെ യന്ത്രങ്ങളും. എന്തായാലും കെ.യു. നായരുടെ വീടിന്റെ ആ ഉയർച്ചയെ പറ്റി, വീട് പണിതതിനെ കുറിച്ചാണ് കഥാനായകൻ പറയുന്നത്. വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം ആഴ്ചകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം വലിയ കൊട്ടാരം ഇവിടെ പണിതുയർത്തിയിരിക്കുന്നു. എന്തൊരു ഘോഷമായിരുന്നു, എന്തൊരു ഘോഷം, ശബ്ദബഹളങ്ങൾ. ഈ വീട് നിർമ്മിക്കുന്ന സ്ഥലത്ത് പല ആളുകളുണ്ടല്ലോ, എഞ്ചിനീയർമാരുണ്ട്, ഓവർസിയർമാരുണ്ട്, ധാരാളം ജോലിക്കാരുണ്ട്, പിന്നെ യന്ത്രങ്ങളുണ്ട്. അതിന്റെ എല്ലാം കൂടി ഭയങ്കര ശബ്ദമായിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊരു വീട് ഇവിടെ എടുത്തിട്ട് കൊല്ലത്തിൽ എത്ര ദിവസമാണ് അദ്ദേഹം ഇവിടെ താമസിക്കുന്നത്? കഥാനായകൻ പറയുന്നു, വളരെ വേഗം ഒരു കൊട്ടാരം പോലെയുള്ള വീടൊക്കെ പണിതു, ശരി തന്നെ. പക്ഷേ എന്ത് കാര്യം? ഒരു കൊല്ലത്തിൽ എത്ര ദിവസമാണ് ഈ കെ.യു. നായർ ഇവിടെ വന്ന് താമസിക്കുക? വെറും 1-2 ആഴ്ചകൾ. കണ്ടോ, ബാക്കിയുള്ള സമയത്തൊന്നും അവിടെ ആളില്ല. അയാൾ വിദേശത്താണല്ലോ, അവിടേക്ക് പോയിട്ടുണ്ടാകും. അമേരിക്കയിലെ മക്കൾ ഇവിടെ വന്ന് താമസിക്കുന്നത് ആരും കണ്ടിട്ടില്ല. അവർക്കും അവിടെ അവരുടേതായ തിരക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ. എങ്കിലും വീട് ഒരിക്കലും പൂട്ടിക്കിടന്നിരുന്നില്ല. അതിന് കാരണമുണ്ട്. ഒരു കെയർ ടേക്കർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കെ.യു. നായർ 1-2 ആഴ്ച മാത്രമേ വന്ന് താമസിക്കാറുള്ളൂ. അദ്ദേഹത്തിന്റെ അമേരിക്കയിലുള്ള മക്കളൊന്നും ഈ വീട്ടിൽ വന്ന് ഈ അയൽവാസികൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ ഒരിക്കലും ആ വീട് അവിടെ പൂട്ടിക്കിടന്നിരുന്നില്ല. കാരണം അവിടെ ഒരു കെയർ ടേക്കർ ഒരു കാര്യസ്ഥൻ, വീടും ഒക്കെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി, ഒരു കാര്യസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഇവിടെ താമസിക്കാൻ വന്നപ്പോഴൊക്കെ ടൗണിലെ മുന്തിയ ഹോട്ടലിൽ നിന്നും ഒരു ബട്ട്ലറെയും കൊണ്ടുവന്നിരുന്നു. 1-2 ആഴ്ച വന്ന് കെ.യു. നായർ താമസിക്കുമ്പോൾ അവിടെ ആഹാരം പാകം ചെയ്യാനൊക്കെ നഗരത്തിലെ മുന്തിയ ഹോട്ടലിലെ ഒരു കുക്ക്, ഒരു പാചകക്കാരൻ, അതിലാണ് ബട്ട്ലർ എന്ന് പറയുക, അയാളെയും കൊണ്ടുവന്നിരുന്നു. മഞ്ഞ് വീഴാൻ തുടങ്ങുന്നതിന് മുമ്പായി ഞാൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കഥാനായകൻ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നും എടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ചിന്തിച്ചിരുന്നത് മുഴുവൻ തൊട്ട അയൽവാസിയായ കെ.യു. നായരെ കുറിച്ചും അയാളുടെ വീടിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു. ഏതായാലും നല്ല ഇരുട്ടായി, മഞ്ഞു വീഴാൻ തുടങ്ങി. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് വീടിന്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. രാത്രി ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിരുന്നില്ല. അതിന് കാരണമുണ്ട്. ജൈവവളം മാത്രം ഉപയോഗിച്ച് കീടനാശിനികളൊന്നും തളിക്കാതെ എന്റെ ചെങ്ങാതി കുഞ്ഞിക്കണ്ണൻ തമിഴ്നാട്ടിലെ ഊത്തുകോട്ടയിൽ കൃഷിയിടത്തിൽ ഉണ്ടാക്കുന്ന മേത്തരം ബാപ്പട്ല അരിയുണ്ട്. മിനിറ്റുകൾ കൊണ്ട് അരി വെന്ത് ഒന്നാന്തരം ചോറാകും. ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മുടെ കഥാനായകന്റെ വൈകുന്നേരത്തെ ഭക്ഷണമാണ്. അദ്ദേഹം ആ മുറ്റത്തൊക്കെ ഇരുന്ന് ഇരുട്ടായപ്പോൾ അകത്തേക്ക് കടന്നു. എന്നിട്ട് വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അതിനുള്ള അരി എന്താണ്? ആ അരിയുടെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. ജൈവവളം മാത്രം ഉപയോഗിച്ച് കീടനാശിനികളൊന്നും തളിക്കാതെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കുഞ്ഞിക്കണ്ണൻ തമിഴ്നാട്ടിലെ ഊത്തുകോട്ടയിൽ കൃഷിയിടത്തിൽ ഉണ്ടാക്കുന്ന ഒരു മേൽത്തരം ബാപ്പട്ല അരി. ബാപ്പട്ല അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പൊന്നി അരിയാണ്. അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല ഗുണമുള്ള അരിയുമാണ്. അതിൽ കീടനാശിനികൾ തളിച്ചിട്ടില്ല. അതുപോലെ ജൈവവളത്തിൽ മാത്രം കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും ചെയ്യാത്ത നല്ല അരി, അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പിന്നെ അരി പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഞാൻ ചോറിന്റെ കൂടെ കഴിക്കാനുള്ളത് മഞ്ചേരിയിൽ നിന്നും മേനോൻ അയച്ചു തന്ന ഒന്നാന്തരം കടുമാങ്ങ അച്ചാറ്, അതും നാടനാണ്. പിന്നെ ഉച്ചയ്ക്ക് അദ്ദേഹം വെച്ച ചെറുപയർ പുഴുക്ക് അതിരിപ്പുണ്ട് കുറച്ച്. അത് നല്ല പോഷകാഹാരമാണല്ലോ. ആ ചെറുപയർ പുഴുക്ക് ഒന്ന് ചൂടാക്കിയാൽ മതി, ഡിന്നർ റെഡി. നല്ല ഡിന്നറാണ് അല്ലേ? നമ്മുടെ ശരീരത്തിന് ഒട്ടും ദോഷം ചെയ്യാത്ത നല്ല ആഹാര വസ്തു. അങ്ങനെ അദ്ദേഹം അതൊക്കെ കഴിച്ചു. എന്നിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിൽ ഒരലട്ടുമില്ലായിരുന്നു. അലട്ടെന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ചിന്തകളോ ദുഃഖങ്ങളോ അങ്ങനെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലായിരുന്നു. ഉറങ്ങാൻ കിടന്നു. അതുകൊണ്ട് സുഖനിദ്ര കിട്ടി, നല്ല ഉറക്കം കിട്ടി.
ചത്ത പോലെ ഉറങ്ങി എന്നൊക്കെ പറയാറില്ലേ, അതുതന്നെ. ഇവിടെ നമ്മുടെ കഥാനായകൻ അദ്ദേഹത്തിന്റെ ഉറക്കത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ചത്ത പോലെ ഉറങ്ങിയെന്ന്. എന്ന് വെച്ചാൽ മറ്റൊന്നും അറിയാതെ ഗാഠമായ ഉറക്കം. മരണം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിനും ഒന്നും നടക്കുന്നത് ഒന്നും അറിയാത്ത ഒരു ഉറക്കമാണല്ലോ. ഒന്നും അറിയാത്ത സുഖമായ ഉറക്കം. ആ ഉറക്കത്തിന് തുല്യമായ, ചത്ത പോലെ കിടക്കുന്നതിന് തുല്യമായ ഒരു ഗാഠനിദ്രയാണ് നമ്മുടെ കഥാനായകന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ യാതൊരുവിധ അലട്ടലും ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഭക്ഷണം കഴിച്ചു, അങ്ങനെ അദ്ദേഹം സുഖമായി ഉറങ്ങി. അങ്ങനെ നേരം പുലർച്ചെയായി. പതിവ് പോലെ അദ്ദേഹം രാവിലെ എഴുന്നേറ്റു, പ്രാഥമിക കൃത്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം അദ്ദേഹം സ്ഥിരമായി ചെയ്യുന്നത് പോലെ ഒന്ന് നടക്കാനായിട്ട് പോയി. അദ്ദേഹം ഇടവഴികളിലൂടെയാണ് നടന്നത്. രാവിലെ നടക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പ്രത്യേകിച്ച് പ്രായമായ ഒരു റിട്ടയർ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ കഥാനായകൻ. അദ്ദേഹം നടക്കുന്നതും വളരെ ഉചിതം തന്നെയാണ്. അങ്ങനെ ഒരു ഇടവഴിയിലൂടെ അദ്ദേഹം മണ്ണും പൊടിയും ചെളിയും ഒക്കെ ചവിട്ടി മാറ്റി ഏതോ ഒരു അത്യാവശ്യ കാര്യം നിർവഹിക്കുന്ന സന്തോഷത്തോടെ അങ്ങനെ ധൃതിയിൽ നടക്കുകയാണ്. എന്തിനാണ് നടക്കുന്നത്? വല്ല സാധനങ്ങൾ മേടിക്കാനാണോ? ഒരിക്കലുമല്ല. നമ്മുടെ പ്രഭാതത്തിലും വൈകുന്നേരത്തും ഒക്കെ നമ്മളിങ്ങനെ നടക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പല രോഗങ്ങളിൽ നിന്നും മുക്തരാകാൻ നമുക്ക് ഈ നടത്തം ഉപകരിക്കും. അദ്ദേഹം അങ്ങനെ നടക്കുകയാണ്. സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പായി അദ്ദേഹം തിരിച്ചു വീട്ടിലെത്തി. അപ്പോൾ അദ്ദേഹം എന്താണ് കാണുന്നത്? തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ആ തൊട്ടടുത്ത ബംഗ്ലാവ് ഉണ്ടല്ലോ, കൊട്ടാരം, അവിടെ KU നായർ, അയാളുടെ ബംഗ്ലാവിന്റെ ഗേറ്റിനരികിൽ ഒരാൾ നിൽക്കുന്നു. ആരായിരിക്കും അത്? ഞാൻ നേരെ നോക്കി. അദ്ദേഹം കുശലം ഭാവിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു. എങ്കിലും എനിക്ക് സത്യത്തിൽ അപ്പോൾ എന്തെന്നില്ലാത്ത അമ്പരപ്പാണുണ്ടായത്. അവിടെ നിന്നിരുന്നത് മറ്റാരുമായിരുന്നില്ല, KU നായരായിരുന്നു. അയാൾ വർഷത്തിൽ 1-2 ആഴ്ചയല്ലേ നമ്മുടെ കൊട്ടാരത്തിൽ വന്ന് താമസിക്കുക. ഇപ്പോഴിതാ നമ്മുടെ കഥാകാരൻ അദ്ദേഹത്തെ കണ്ടു. കണ്ടപ്പോൾ ഒരു അമ്പരപ്പാണ് നമ്മുടെ കഥാനായകന് അനുഭവപ്പെട്ടത്. എന്തിനായിരിക്കാം ആ അമ്പരപ്പുണ്ടായത്? കാരണമുണ്ട്. അദ്ദേഹം പഴയ ആളേ ആയിരുന്നില്ല. പഴയ ആളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. കണ്ണുകൾ കുഴിയിലേക്ക് പോയിരിക്കുന്നു. വിളറി ഒരു പ്രേതത്തെ പോലെ ഇരിക്കുന്നു. അതാണ്. ഇതിനു മുൻപ് അദ്ദേഹത്തെ കാണുമ്പോൾ നല്ല മിടുക്കനായിട്ട്, ഊർജ്ജസ്വലനായിട്ട്, നല്ല ആരോഗ്യവാനായിട്ടിരുന്ന KU നായർ ഇന്ന് ആകെ വിളറി വെളുത്ത ഒരു പ്രേതം പോലെ ആയിരിക്കുന്നു. ഒരിക്കലും അങ്ങനെയുള്ള ഒരാളായിരുന്നില്ലല്ലോ അയാൾ, നമ്മുടെ കഥാനായകൻ ചിന്തിക്കുന്നു. വീണ്ടും ഓർമ്മകളിലേക്ക് പോവുകയാണ്. ഈ ബംഗ്ലാവ് കെട്ടുമ്പോഴും ഈ അടുത്ത കാലം വരെയും തന്നെ എന്തുമാത്രം ഊർജ്ജസ്വലനായിരുന്നു. അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ പെട്ടെന്ന് ഇപ്രകാരം ഈ പറഞ്ഞ പോലെ കണ്ണുകളൊക്കെ കുഴിയിലേക്ക് പോയി വിളറി പ്രേതത്തെ പോലെ ആയിരിക്കുന്നത്. എന്തോ കാരണമുണ്ട്, കാര്യമായ ഒരു കാരണം. അല്ലെങ്കിൽ ഇത്രമാത്രം പ്രാകൃതനായി മാറുകയില്ലല്ലോ, ഇത്രമാത്രം ക്ഷീണിതനായി പോവുകയില്ലല്ലോ. കാരണം ഈ അടുത്ത കാലം വരെ KU നായർ നല്ല ഊർജ്ജസ്വലനായിരുന്നു, നല്ല ആരോഗ്യവാനായിരുന്നു. സൗകര്യത്തോടെ ബംഗ്ലാവിൽ ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. എന്താണിങ്ങനെ? കാരണം വല്ലതുമുണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടോ? ഒന്ന് ചോദിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. വീണ്ടും ഓർമ്മയിലേക്ക് പോകുന്നു. ആരുമായും അടുത്തിടപഴകുന്ന ആളല്ല എന്നത് ശരി തന്നെ. എന്നാലും എന്നോട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്തോ എന്നോട് ഒരു മമതയുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മറ്റാരോടും ഈ KU നായർ അധികം അടുത്ത് ഇടപഴകാറില്ല, സംസാരിക്കാറില്ല. പക്ഷെ നമ്മുടെ കഥാനായകനോട് മാത്രം എന്തോ ഒരു ഇഷ്ടമുണ്ട്, മമതയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചെങ്കിലും സംസാരിക്കാറുണ്ട്. ഈ വിശ്വാസത്തിന്റെ ബലത്തിന്മേലാണല്ലോ ചുരുക്കം ചില സന്ദർഭങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ കഥാനായകനുമായിട്ട് KU നായർക്ക് കുറച്ച് അടുപ്പമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് കഥാനായകനോട് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട്, ആ കാരണം കൊണ്ടാണ് നമ്മുടെ കഥാനായകൻ ചില സന്ദർഭങ്ങളിൽ അല്പം ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ KU നായരോട് സംസാരിച്ചിട്ടുള്ളത്. അതെന്താണെന്നൊന്ന് നോക്കാം. ഉദാഹരണത്തിന്, അദ്ദേഹത്തിന്റെ പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുഴുവൻ അദ്ദേഹം മുറിച്ചു നീക്കിയപ്പോൾ ആദ്യം മരങ്ങൾ മുറിച്ചത് ബംഗ്ലാവ് വയ്ക്കേണ്ടതിനായിരുന്നു. ഇത് ആവശ്യം തന്നെ. ആ ബംഗ്ലാവ് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ പറമ്പിലുള്ള
മരങ്ങൾ മുഴുവൻ ആ വീട് വെക്കുന്ന സ്ഥലത്തെ മരങ്ങൾ മുഴുവൻ കെയു നായർ മുറിച്ചു മാറ്റി. അത് നമ്മുടെ കഥാനായകൻ സമ്മതിക്കുന്നു. ശരിയാണ്, മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ മാത്രമേ അവിടെ വീട് പണിയാൻ സാധിക്കൂ, അത് ആവശ്യം തന്നെ. എന്നാൽ പിന്നീട് ബംഗ്ലാവിന്റെ മുൻപിലെ മരങ്ങൾ ഒഴിഞ്ഞ സ്ഥലം മുഴുവൻ അദ്ദേഹം ഇന്റർലോക്കിംഗ് ടൈലുകൾ പതിച്ചു. അപ്പൊ വീട് വയ്ക്കാനുള്ള സ്ഥലം മരങ്ങൾ മുറിച്ചു മാറ്റി, അത് ആവശ്യം തന്നെ. പക്ഷെ വീടിന്റെ മുൻപിലുള്ള പ്രദേശം മുഴുവൻ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് ആ മുറ്റം മുഴുവൻ ഇന്റർലോക്കിംഗ് ടൈൽ അദ്ദേഹം പതിച്ചു. എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല. ആ വീടിന്റെ മുറ്റം മുഴുവൻ എന്താ ചെയ്തത്? ഇന്റർലോക്കിംഗ് ടൈൽ അങ്ങനെ പതിച്ചു. നല്ല ഭംഗിയാണ് കാണാൻ, ഒട്ടും മണ്ണ് കാണാനേ ഉണ്ടായിരുന്നില്ല. പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രമാണ് കാണാൻ സാധിച്ചത്. ഏറെ കാശ് ചെലവായിട്ടുണ്ട് എന്നത് തീർച്ച തന്നെയാണ്. അപ്പൊ അങ്ങനെ പൈസയൊക്കെ ഒരുപാട് ചെലവാക്കി മുറ്റം മുഴുവൻ ടൈൽസ് ഒക്കെ പാകി. പക്ഷേ അധികം വൈകാതെ തന്നെ അദ്ദേഹം ഈ ടൈൽസ് ഒക്കെ കിളച്ചു മാറ്റി അവിടെ മുഴുവൻ വെളുത്ത വില കൂടിയ മാർബിൾ വിരിച്ചു. കണ്ടോ? അദ്ദേഹം ആ ഇന്റർലോക്കിംഗ് ടൈൽസ് അതെല്ലാം ഇളക്കി മാറ്റിയിട്ട് ആ സ്ഥലങ്ങളിലെല്ലാം ആ മുറ്റത്തെല്ലാം വില കൂടിയ മാർബിൾ വിരിച്ചു. കണ്ടവരൊക്കെ അന്തം വിട്ട് നിന്നുവെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയായിരുന്നു. മറ്റുള്ളവർക്കൊക്കെ ഈ കാഴ്ച ഒരു അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. കാരണം വലിയ പണം ചിലവാക്കിയാണ് മുറ്റത്തൊക്കെ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ചത്. എന്നിട്ട് അത് ഇളക്കി കളഞ്ഞിട്ടാണ് വില കൂടിയ മാർബിൾ വിരിച്ചത്. എന്തായാലും നല്ല പണമുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കൂ. ഇയാൾക്കാണെങ്കിൽ ഗൾഫില് നല്ല വരുമാനമാണ്, പിന്നെ പല സ്ഥലത്തും ബിസിനസ് ഉണ്ട്, ധാരാളം പണം, സമ്പന്നൻ, അയാൾക്കത് ചെയ്യാം. എന്നാലും നാട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ ഈ കാഴ്ച അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. ഇവിടെ വീട്ടിൽ വരുന്നവർക്കൊന്നും മണ്ണിലോ അല്ലെങ്കിൽ ടൈൽസിലോ ചവിട്ടി കാലുകൾ വൃത്തികേടാകത്തില്ലല്ലോ. അയാളുടെ ആവശ്യം അതായിരുന്നു. ആ വീട്ടിൽ വരുന്ന ആളുകൾക്കൊന്നും മണ്ണിൽ ചവിട്ടിയാൽ കാലിൽ മണ്ണ് പുരളും. അപ്പോ മണ്ണിൽ ചവിട്ടേണ്ട, അങ്ങനെ കാലുകളൊന്നും വൃത്തികേടാകത്തില്ലല്ലോ. ബംഗ്ലാവിന്റെ പുറകിലെ കൂറ്റൻ മരങ്ങളും അധികകാലം അവിടെ നിന്നില്ല. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അയാൾ വീടിന്റെ പുറകിലുള്ള ആ വലിയ മരങ്ങളെല്ലാം വെട്ടിമാറ്റുകയാണ്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു പോയത്. ഞാൻ ഇഷ്ടമില്ലെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ വീട് പണിതു, വീട് പണിയാനായിട്ട് അവിടെയുള്ള മരങ്ങളെല്ലാം വെട്ടിമാറ്റി, അത് ആവശ്യം. വീടിന്റെ മുറ്റത്തെ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ടൈൽസ് വിരിച്ചു, പിന്നെ മാർബിൾ വിരിച്ചു, അത് പോട്ടെ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വീടിന്റെ പുറകിൽ പറമ്പിലുള്ള വലിയ മരങ്ങൾ വെട്ടിമാറ്റി. അത് കണ്ടപ്പോൾ നമ്മുടെ കഥാനായകൻ കെയു നായരോട് ചോദിക്കുന്നു, മുഷിയരുത്, പറയുന്നത് തെറ്റാണെങ്കിൽ മാപ്പാക്കണം. നിങ്ങൾ ലോകം കണ്ട ആളാണ്, വിവരമുള്ള ആളുമാണ്. അപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. ചോദിക്കാൻ പോകുന്ന കാര്യം കെയു നായർക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നും അറിയാം. അതുകൊണ്ട് വളരെ വിനയത്തോടെ ഭവ്യതയോടെ ആണ് ചോദിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, എന്താണ് പറയാൻ വരുന്നത്? ഞാൻ പറഞ്ഞു, ഈ മരങ്ങൾ അതവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപദ്രവം? നിങ്ങൾ എന്തിനാണ് ഈ മരങ്ങൾ വെട്ടിക്കളയുന്നത് എന്നായിരിക്കാം നമ്മുടെ കഥാനായകൻ ചോദിക്കാൻ പോകുന്നത്. പക്ഷെ അത്രയും ചോദിച്ചപ്പോഴേക്കും നമ്മുടെ കെയു നായർ മറുപടി പറയുകയാണ്, വേണ്ട, എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും. ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി വേണ്ട. നമ്മുടെ കെയു നായർ ആ മരങ്ങൾ വെട്ടുന്നതിന് പറയുന്ന ന്യായം എന്താണ്? എനിക്ക് നല്ല കാറ്റും വെളിച്ചവും ഒക്കെ വേണം. മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിന്നാൽ ഇരുട്ടായിരിക്കുമല്ലോ, വെളിച്ചം ഉണ്ടാവില്ല. പിന്നെ ആകെ ഇലയും അതിലെ പൂക്കളും ഒക്കെ വീണിട്ട് വൃത്തികേടാവും. അപ്പോ നല്ല വൃത്തി വേണം, കാറ്റ് വേണം, വെളിച്ചം വേണം. ഈ മരങ്ങളൊക്കെ ഇവിടെ ആകെ ഇരുട്ട് പരത്തുകയാണ്, എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇവ വെട്ടിക്കളയുന്നത്. പിന്നീട് ഞാനൊന്നും പറയാൻ പോയില്ല. എങ്കിലും അപ്പോഴും അവിടെ ഒരു മരം ബാക്കി നിൽപ്പുണ്ടായിരുന്നു. ഏതാണ് ബാക്കി നിൽക്കുന്ന മരം? വെട്ടാതെ നിർത്തിയിരുന്ന മരം. ആ മരമാണ് വീട്ടിലെ കാർ ഷെഡിന് സമീപത്തെ കൂറ്റൻ ചെമ്പകം, പൊൻചെമ്പകം. ആ വീടിന്റെ കാർ ഷെഡിന് സമീപത്ത് നിൽക്കുന്ന ഒരു വലിയ പൊൻചെമ്പകം. ആ പൊൻചെമ്പകത്തിന്റെ പ്രത്യേകത ഒന്ന് നോക്കൂ. ഭംഗിയുള്ളതായിരുന്നു. പണ്ട് ആരോ നട്ട ഈ മരം കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നു. ആകാശത്തിലേക്ക് പടർന്ന് പന്തലിച്ച് ഏറെ പ്രൗഢിയോടെ അതവിടെ നിന്നു.
നമ്മുടെ കഥാനായകൻ ആ പൊൻചെമ്പകത്തെ വിശേഷിപ്പിക്കുന്നത് നോക്കൂ. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആകാശത്തിലേക്ക് ഉയർന്ന് പടർന്നു പന്തലിച്ച് നല്ല പ്രൗഢിയോടെ അങ്ങനെ നിന്നു. കഴിഞ്ഞില്ല. സീസൺ ആയാൽ അത് മുഴുവൻ പൊൻനിറമുള്ള പൂക്കളായിരുന്നു. ചെമ്പകത്തിന്റെ പൂവ്, ചെമ്പകത്തിന്റെ സുഗന്ധം എന്ത് നല്ലതാണ്. നിങ്ങൾ ചെമ്പകപ്പൂവൊക്കെ കണ്ടിട്ടില്ലേ? നല്ല സ്വർണ്ണ നിറം ആയിരിക്കും അതിന്. അതിന്റെ ഗന്ധമാണെങ്കിൽ അപാരമായിരിക്കും. അപ്പൊ അങ്ങനെ ആ നല്ല പൊൻനിറമുള്ള പൂക്കൾ, പിന്നെ മനസ്സിനെ ഏറെ മതിപ്പിക്കുന്ന ഒരു സുഗന്ധം അത് അവിടെ മുഴുവൻ പ്രസരിപ്പിക്കുകയും ചെയ്തു. ആ പൊൻചെമ്പകം നിറയെ പൂക്കൾ ഉണ്ടാവുമ്പോൾ ആ പൂക്കളിലെ സുഗന്ധം ആ പ്രദേശമാകെ മനസ്സിനെ മതിപ്പിക്കുന്ന ഒരു ഗന്ധം എന്നാണ് കഥാനായകൻ പറയുന്നത്. മനസ്സിനെ മതിപ്പിക്കുന്ന ഗന്ധം അവിടെ മുഴുവൻ പ്രസരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ പൊൻചെമ്പകം എത്ര വിശേഷപ്പെട്ടതാണെന്ന് ഓർക്കൂ. അതാണ്. അതിനെന്ത് സംഭവിച്ചു? എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല. നമ്മുടെ കഥാനായകന് മരങ്ങളെ ഇഷ്ടമായിരുന്നു എന്ന് നമുക്കറിയാം. മരങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലമായതുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥലം വാങ്ങി വീട് വെച്ചത്. മാത്രമല്ല വൈകുന്നേരങ്ങളിൽ അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്ന് മരങ്ങളെ ഇങ്ങനെ പൂക്കളെയും വള്ളികളെയും ഒക്കെ നോക്കിയിരിക്കും. അത് അദ്ദേഹത്തിന്റെ മനസ്സിന് സന്തോഷം നൽകിയിരുന്നു. അപ്പോൾ അപ്രകാരം മരങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ കഥാനായകൻ അദ്ദേഹം ഈ പൊൻചെമ്പകത്തെ ഏറെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ മരമാണ് ഒരു ദിവസം, ആ മരത്തിന് ഒരു ദിവസം എന്ത് സംഭവിച്ചു? നമ്മുടെ പൊൻചെമ്പകത്തിന് മുകളിലത്തെ ശിഖരം മാത്രം നിലനിർത്തി ബാക്കി എല്ലാ ശാഖകളും വെട്ടിമാറ്റിയിരിക്കുന്നു. എന്തൊരു കഷ്ടം അല്ലേ? ആ വലിയ പൊൻചെമ്പകത്തിന്റെ ഏറ്റവും മുകളിലെ ഒരു ശാഖ മാത്രം അവിടെ ഉണ്ട്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുന്നു. നമ്മുടെ കഥാനായകന് വിഷമം വരില്ലേ? വിഷമം മാത്രമാണോ, ദേഷ്യവും വരും അല്ലെ? അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു മരമായിരുന്നു നമ്മുടെ പൊൻചെമ്പകം. കുറെ നേരത്തേക്ക് ഒന്നും പറയാൻ കഴിയാതെ ഞാനങ്ങനെ സ്തംഭിച്ചു നിന്നു. അദ്ദേഹം കണ്ട ആ കാഴ്ച അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം അത്രയധികം സ്നേഹിച്ച അതിലെ പൂക്കളുടെ സുഗന്ധം, ഭംഗി ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന അദ്ദേഹത്തിന് ഈ മരത്തിന്റെ കൊമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞത് കണ്ടിട്ട് സ്തംഭിച്ചങ്ങനെ നിൽക്കാനാണ് സാധിച്ചത്. എന്റെ നിൽപ്പ് കണ്ടപ്പോഴുണ്ടായ ഒരു വല്ലായ്മ കൊണ്ടായിരിക്കണം അദ്ദേഹം തെല്ലു ജാള്യത്തോടെ പറഞ്ഞു. അങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ കെ.യു. നായർക്ക് മനസ്സിലായി ഈ കഥാനായകന് ഈ പൊൻചെമ്പകത്തിന്റെ കൊമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞത് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് ജാള്യതയോടെ ഒരു വല്ലായ്മയോടെ പറയുകയാണ്, ഇലകളും പൂക്കളും ഒക്കെ വീണ് കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പൊൻചെമ്പകത്തിന്റെ കൊമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞത്. എന്തൊരു ന്യായം അല്ലെ? പൂക്കളും ഇലകളും ഒക്കെ താഴെ വീണ് ആ സ്ഥലമൊക്കെ വൃത്തികേടാകുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, നമ്മുടെ കഥാനായകൻ വൃക്ഷങ്ങളെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ കെ.യു. നായർ അതിന് വിപരീതമായ സ്വഭാവമുള്ള ആളാണ്. അയാൾക്ക് വൃക്ഷങ്ങളെ ഇഷ്ടമല്ല. അപ്പോൾ പ്രകൃതിയോട്, മരങ്ങളോട് രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള സമീപനമുള്ള രണ്ട് വ്യക്തികളാണ് ഇതിലെ രണ്ട് കഥാപാത്രങ്ങളും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കഥാനായകന് അങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നല്ലോ. ഇലകളും പൂക്കളും ഒക്കെ വീണ് അവിടെ മുഴുവൻ വൃത്തികേടാകുന്നു എന്ന് കെ.യു. നായർ പറഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാനായില്ല. ദേഷ്യം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം ചോദിക്കുന്നു, എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ? ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്. എന്തിനാണ് കൊമ്പുകൾ മാത്രം നിർത്തിയത്? അത് അടിവേരോടുകൂടി വെട്ടിക്കളയാമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. നിങ്ങളൊരു രാക്ഷസനാണോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് അപ്പോൾ ചിന്തിച്ചു പോയി. കണ്ടോ, നമ്മുടെ കഥാനായകന് ആ കെ.യു. നായർ ഒരു രാക്ഷസ തുല്യനായിരിക്കുന്നു. രാക്ഷസന്മാർ മറ്റുള്ളവരെ ഒരു ഭയവുമില്ലാതെ ക്രൂരമായിട്ട് കൊല്ലുന്നവരാണ്. ആ രാക്ഷസന്റെ സ്വഭാവമാണ് ഇവിടെ കെ.യു. നായർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അയാൾ ചെയ്തിരിക്കുന്ന ആ രാക്ഷസ കൃത്യം എന്താണ്? ഒരു നല്ല മരത്തെ, ഒരു പൊൻചെമ്പകത്തെ, പൂക്കളും സുഗന്ധവും ഒക്കെ നൽകുന്ന മനോഹരമായ ഒരു മരത്തെ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ മരത്തെ സ്നേഹിക്കുന്ന, വൃക്ഷങ്ങളെ സ്നേഹിക്കുന്ന കഥാനായകന് ഇത് സഹിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണോ? ഒരിക്കലുമല്ല. അദ്ദേഹത്തിന് അത് വലിയ വേദനയുണ്ടാക്കുന്നു. ആ വേദന അദ്ദേഹത്തിന് കോപമായി മാറുന്നു. ആ കോപത്തിലൂടെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഇയാളൊരു രാക്ഷസനാണ്, ഇയാളൊരു രാക്ഷസ പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.
ഇവിടെ താമസമാക്കിയതിന്റെ ആദ്യ നാളുകളിലൊന്നിൽ ഒരിക്കൽ കെ.യു. നായർ എന്റെ വീട്ടിൽ വന്നിരുന്നു. വീണ്ടും നമ്മുടെ കഥാനായകൻ ചിന്തിക്കുകയാണ്. പണ്ട് കെ.യു. നായർ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ ആദ്യ നാളുകളിൽ ഒരു ദിവസം നമ്മുടെ കഥാനായകന്റെ വീട്ടിലെത്തി. സ്വീകരണ മുറിയിലും കിടപ്പുമുറികളിലും ഉപയോഗിക്കാത്ത ഒരു കുളിമുറിയിലും പലമാതിരി പുസ്തകങ്ങൾ അട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കൂട്ടത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം തെല്ലൊരത്ഭുതത്തോടെ ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ വായിക്കുമോ? ഞാൻ ചിരിച്ചു നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. കണ്ടോ, ഇവിടെ നമ്മുടെ കഥാനായകന്റെ ആ പുസ്തക പ്രേമം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുസ്തകങ്ങളോടുള്ള ഇഷ്ടം, അതാണ് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ സ്വീകരണ മുറിയിലും കിടപ്പുമുറിയിലും, എന്തിന് ഉപയോഗിക്കാതെ കിടക്കുന്ന കുളിമുറിയിലും വരെ പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുകയാണ്. ഇത് കണ്ട് കെ.യു. നായർ ചോദിക്കുന്നു, നിങ്ങൾ ഇതൊക്കെ വായിക്കുമോ? നിങ്ങൾ ഒരു പുസ്തകപ്രിയനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം വൈകുന്നേരങ്ങളിൽ മതിലിനരികിൽ ഒരു കസാലയും ഇട്ട് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കാറുണ്ടല്ലോ. മടിയിൽ എപ്പോഴും ഒരു പുസ്തകവും ഉണ്ടാകും. എന്താണ് ഇത്ര ശ്രദ്ധിച്ച് പടിഞ്ഞാറോട്ട് തന്നെ നോക്കി അങ്ങനെ ഇരിക്കുന്നത്? അദ്ദേഹത്തിന്റെ കഥാനായകന്റെ ആ ഇരിപ്പ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. വൈകുന്നേരമാകുമ്പോൾ, സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ അദ്ദേഹം ഒരു കസേരയിൽ അങ്ങനെ മടിയിൽ ഒരു പുസ്തകവും ഒക്കെ വെച്ച് അങ്ങനെ ഇരിക്കാറുണ്ട്. അദ്ദേഹം നോക്കിയിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? അസ്തമയ ആകാശം, അതിന്റെ ഭംഗി, പിന്നെ മരങ്ങളും പൂക്കളും വള്ളികളും ഒക്കെ. അതൊക്കെ അങ്ങനെ നോക്കിയിരുന്ന് നല്ല ഇരുട്ടാകുന്നത് വരെ ഇരിക്കും. അതിനുശേഷമാണ് തിരിച്ച് കയറിപ്പോരുന്നത്. ഇവിടെ കെ.യു. നായർ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് നോക്കിയിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മരങ്ങളെ നോക്കിയിരിക്കുകയാണ്. കണ്ടോ, ഞാൻ ആരെയാണ് നോക്കിയിരിക്കുന്നത് ആ കസേരയിൽ? മരങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന കഥാനായകൻ, എന്നാൽ മരങ്ങളെ ഒട്ടും സ്നേഹിക്കാത്ത കെ.യു. നായർ. അത് കേട്ടിട്ട് കെ.യു. നായർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. മരങ്ങളെയോ? മരങ്ങളെ എന്താണിത്ര നോക്കാനുള്ളത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാണ് അദ്ദേഹത്തിന് മനസ്സിലാകുക? മരങ്ങളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വെട്ടിക്കളയുന്ന, ക്രൂരതയോടെ പെരുമാറുന്ന ഈ കെ.യു. നായരോട് മരങ്ങളുടെ സൽഗുണങ്ങളും മരങ്ങളെ നോക്കിയിരിക്കുന്നതിന്റെ പ്രസക്തിയും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടൊന്നും പറയുന്നില്ല. ക്ഷീണിതനായ അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കാണണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ ഈ വിധ ചിന്തകളൊക്കെ എന്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നുപോയി. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ് നമ്മളിപ്പോൾ കണ്ടത്. കുറച്ചു നേരം അദ്ദേഹം പ്രഭാതത്തിൽ നടക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കെ.യു. നായരുടെ ഗേറ്റിനരികിൽ അദ്ദേഹം വളരെ ക്ഷീണിതനായി നിൽക്കുന്നത് കാണുകയുണ്ടായല്ലോ. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. ഇനിയും എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അങ്ങനെ കെ.യു. നായരെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ കെ.യു. നായരുടെ കെയർ ടേക്കർ, കാര്യസ്ഥൻ വന്ന് വളരെ ഭവ്യതയോടെ പറയുന്നു, അദ്ദേഹത്തിന് സാറിനെ ഒന്ന് കാണണമെന്നുണ്ട്. എപ്പോഴാണ് സൗകര്യപ്പെടുക? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം. ഞാൻ ബംഗ്ലാവിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്വീകരണ മുറിയിൽ ചിന്താധീനനായിരിക്കുകയായിരുന്നു. ചിന്താധീനൻ, ചിന്തയിൽ മുഴുകിയിരിക്കുന്നവൻ. എന്നെ കണ്ടപാടെ എന്റെ കൈ പിടിച്ച് സോഫയിലിരുത്തി. ക്ഷീണിതനായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ പിടുത്തത്തിന് നല്ല ബലമുണ്ടായിരുന്നു. അല്പനേരം മൗനമായി ഇരുന്ന ശേഷം അദ്ദേഹം എങ്ങോട്ടോ നോക്കി പതുക്കെ പറയാൻ തുടങ്ങി. കെ.യു. നായർ നമ്മുടെ കഥാനായകനോട് പറയുകയാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം, അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ ക്ഷീണം വരാനുണ്ടായ കാരണം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. കുറെ നാളുകളായി ആരോടെങ്കിലും പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. ഇല്ലെങ്കിൽ അവളോട് പറയാമായിരുന്നു. പിന്നെ എനിക്ക് പറയാൻ ഇവിടെ ആരുമില്ല. ആളുകളുമായി അടുത്തിടപെടുന്ന ഒരു സ്വഭാവക്കാരനല്ല ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങളിൽ ഒരു വിശ്വാസം തോന്നിയിരുന്നു. എന്നിട്ടും ഞാൻ നിങ്ങളോട് അത്ര ഇടപഴകിയില്ല. നിങ്ങളുമായും വളരെയൊന്നും അടുത്തിടപെട്ടിട്ടില്ല. എന്തോ എന്റെ സ്വഭാവം അങ്ങനെയായി പോയി. അദ്ദേഹം തുറന്നു പറയുകയാണ്, ഞാൻ അങ്ങനെ മറ്റാരോടും അടുത്ത് ഇടപെടാറില്ല. എനിക്കറിയില്ല, എന്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. ഒരുപക്ഷെ കെ.യു. നായരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം അയാളെ ഇങ്ങനെ കർക്കശക്കാരനാക്കിയത്.
അദ്ദേഹം പറയുന്നു, നിങ്ങൾക്കറിയാമോ എന്നറിഞ്ഞുകൂടാ, വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്നും വരുന്നവനാണ് ഞാൻ. വിദ്യാഭ്യാസവും എനിക്ക് കുറവാണ്. എങ്കിലും കഠിനാധ്വാനത്താൽ ഞാൻ കുറച്ച് കാശുണ്ടാക്കി. കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല. ഒന്നിലധികം രാജ്യങ്ങളിൽ എനിക്ക് സ്വന്തമായ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ഇപ്പോഴും വളരെ നല്ല നിലയിൽ തന്നെ നടക്കുന്നു. അപ്പൊ സാമ്പത്തികമായിട്ട് പ്രോബ്ലം ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തായിരിക്കും കാരണം? എനിക്ക് കിട്ടാൻ കഴിയാത്ത വിദ്യാഭ്യാസം എന്റെ 2 മക്കൾക്കും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇവിടെ അവർ പഠിച്ചത് ലവ് ഡെയിലിയിലാണ്. വലിയൊരു CBSE സ്കൂളാണത്, ശൃംഖലയാണ്. അവിടെയാണ് എന്റെ 2 ആൺമക്കളും പഠിച്ചത്. കാരണം എനിക്ക് വലിയ വിദ്യാഭ്യാസം കിട്ടിയില്ല. ഞാൻ വളരെ ദരിദ്രമായ ഒരു വീട്ടിലാണ് ജനിച്ചത്. അതുകൊണ്ട് എന്റെ മക്കൾ നല്ല നിലയിൽ പഠിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പണത്തിന്റെ ഒരു കുറവും ഞാൻ അവർക്ക് വരുത്തിയതുമില്ല. ഇപ്പോൾ അവർ പഠിക്കുന്നത് ഒരുത്തൻ MIT-യിലും മറ്റവൻ ഹാർവർഡിലുമാണ്. അമേരിക്കയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. 2 ആളും പഠിക്കാനും വളരെ മിടുക്കരാണ്. പിന്നെന്താണ് കുഴപ്പം? നോക്കാം. എനിക്കിവിടെ വേറെയും വീടുകളുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതാണ്. വയസ്സായാൽ ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഇവിടെ വന്ന് എന്റെ മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ കൂടി സന്തോഷത്തോടെ കാര്യമായ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ താമസിക്കണം. ഇതായിരുന്നു എന്റെ ഏറ്റവും വലിയ മോഹം. കണ്ടോ, നമ്മുടെ KU നായർ ഇത്രയും വലിയ കൊട്ടാരം പണിതത് എന്തിനു വേണ്ടിയായിരുന്നു എന്നിവിടെ വ്യക്തമാക്കുന്നു. അയാൾ പണിതത്, അയാൾക്ക് വയസ്സാകുമ്പോൾ 2 ആൺമക്കളുണ്ടല്ലോ, അവരും അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും അവരോടൊന്നിച്ച് ഈ വീട്ടിൽ അന്ത്യകാലം കഴിച്ചുകൂട്ടണം, സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിച്ചുകൂട്ടണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അല്ലെങ്കിൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ടാണ് ഈ വലിയ കൊട്ടാരം പണിതത്. അദ്ദേഹത്തിന്റെ സ്വപ്നവും അതായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ അങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരുവനായിരുന്നില്ല. ജീവിതത്തിൽ എനിക്ക് മോഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം തുറന്നു പറയുന്നു, എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, എനിക്ക് മോഹങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് പണം ഉണ്ടാക്കണം, വലിയ വലിയ സ്ഥാനമാനങ്ങൾ നേടണം, മക്കളെ വലിയ നിലയിൽ പഠിപ്പിക്കണം, അങ്ങനെയുള്ള മോഹങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ആ സ്വപ്നത്തിന്, ആഗ്രഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം പറയുന്നത് നിർത്തി ഏങ്ങലടിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. എനിക്ക് ഒന്നും മനസ്സിലായില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം തുടർന്നു. ഇപ്പോൾ അവർ എഴുതിയിരിക്കുകയാണ്, അവർ, അദ്ദേഹത്തിന്റെ മക്കൾ, ഞങ്ങൾ ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് മടങ്ങേണ്ടുന്ന ഒരു ഉദ്ദേശവുമില്ല. ഇവിടെ നല്ല ജോലിക്കുള്ള സാധ്യതയുണ്ട്. ഇതാണ് അവർ എഴുതിയത്. അച്ഛൻ ഇനി, ബാക്കി പറയുന്നില്ല, അച്ഛൻ ഇനി ഞങ്ങളെ പ്രതീക്ഷിക്കണ്ട, അച്ഛൻ ഒറ്റയ്ക്ക് താമസിച്ചുകൊള്ളൂ എന്ന്. അദ്ദേഹത്തിന്റെ സ്വപ്നം വയസ്സുകാലത്ത് ഈ കൊട്ടാരം പോലെയുള്ള വീട്ടിൽ മക്കളോടും അവരുടെ ഭാര്യമാരോടും കൊച്ചുമക്കളോടും ഒപ്പം ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന ആ സ്വപ്നം ഇവിടെ തകർന്നു പോയിരിക്കുന്നു. മക്കൾ ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വരികയില്ല. അവർ അമേരിക്കയിൽ തന്നെ ജോലി സമ്പാദിച്ച് അവരുടെ കുടുംബത്തോടൊപ്പം അവിടെ സ്ഥിര താമസമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് അച്ഛൻ ഇനി ഞങ്ങളെ പ്രതീക്ഷിക്കേണ്ട, അച്ഛൻ ഒറ്റയ്ക്ക് അവിടെ താമസിച്ചോളൂ. ഇതാണ് നമ്മുടെ KU നായരുടെ ഇപ്പോഴത്തെ ഈ ദൈന്യതയ്ക്ക്, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടിന് കാരണമായത്. അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും, മനസ്സിലെ ആ സ്വപ്നവും എല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു. കുറെ പണമുണ്ട്, കുറെ വീടുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജീവിതത്തിൽ കിട്ടേണ്ടതായ സൗഭാഗ്യങ്ങൾ, കുടുംബസുഖങ്ങൾ, മക്കളോടൊപ്പമുള്ള സന്തോഷത്തോടെയുള്ള ജീവിതം, അതാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. എനിക്ക് അത്ഭുതം തോന്നി. എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും ഫലവത്തായില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ KU നായരുടെ ഉള്ളിലുള്ള ആ വേദനകളാണ് കണ്ണുനീരായിട്ട് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരിച്ച് നമ്മുടെ കഥാനായകൻ പോരുകയാണ്. രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. നേരം പ്രഭാതമായി. അദ്ദേഹവുമായി നീണ്ട കാലത്തെ പരിചയമൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഓർമ്മിക്കാനായി എനിക്ക് പലതും ഉണ്ടായിരുന്നു. ആ ഓർമ്മകളിലൂടെയൊക്കെ ഞാൻ അങ്ങനെ സഞ്ചരിച്ച് പതുക്കെ ഉറങ്ങി. അങ്ങനെ
പ്രഭാതമായി. രാവിലത്തെ പതിവ് നടത്തവും കഴിഞ്ഞു. മടങ്ങിയെത്തിയപ്പോൾ ബംഗ്ലാവിന്റെ ഗേറ്റ് മലർക്കെ തുറന്നിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അദ്ദേഹം പറയുന്നു, നേരം പ്രഭാതമായി, പതിവുള്ള ആ പ്രഭാത നടത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ KU നായരുടെ ആ ബംഗ്ലാവിന്റെ ഗേറ്റ് അങ്ങനെ തുറന്നു കിടക്കുന്നു. സാധാരണയായി എപ്പോഴും അത് അടഞ്ഞു കിടക്കുകയാണ് പതിവ്. പക്ഷേ ഇന്നത് തുറന്നു കിടക്കുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ സംശയിച്ചു നിന്നു. അപ്പോൾ കെയർ ടേക്കർ എന്റെ സമീപത്തേക്ക് വന്നു. അയാൾ പറയുന്നു, ആ കെയർ ടേക്കർ പറയുന്നു എന്താണെന്നൊന്ന് കേട്ടു നോക്കൂ. അയാളുടെ മുഖത്ത് പതിവില്ലാത്ത പരിഭ്രമം ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, എന്തേ? രാത്രി അദ്ദേഹം പോയി. പെട്ടെന്നെടുത്ത തീരുമാനമാണെന്നാണ് തോന്നുന്നത്. എങ്ങോട്ടേക്കാണെന്നോ ഇനി എപ്പോഴാണ് വരികയെന്നോ ഒന്നും പറഞ്ഞില്ല. സാധാരണയായി പോകുമ്പോൾ എന്നോട് പറയാറുണ്ട് എന്നാണ് വരുന്നത് എന്നൊക്കെ. അതായിരിക്കാം കെയർ ടേക്കർ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, നമ്മുടെ KU നായർ അന്ന് രാത്രി ആ വീട്ടിൽ നിന്നും എവിടെയാണെന്നറിയില്ല, എവിടേക്കോ പോയിരിക്കുന്നു. എന്താണ്, എത്ര പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം ഉപേക്ഷിച്ച് അയാൾ എവിടേക്കോ പോയിരിക്കുന്നു. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ? ആ കെയർ ടേക്കർ നമ്മുടെ കഥാനായകനോട് ചോദിക്കുകയാണ്. കാരണം KU നായർക്ക് ആ നാട്ടിൽ അല്പമെങ്കിലും പരിചയവും അടുത്തിടപഴകുന്നതും നമ്മുടെ കഥാനായകനോടാണല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എവിടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്ന് വരും എന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഞാൻ ഒന്നും പറയാൻ കഴിയാതെ അങ്ങനെ നിന്നു. കാരണം എനിക്കും ഒന്നും അറിയില്ലല്ലോ. നമ്മുടെ കഥാനായകനോടും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഇത്രയുമാണ് നമ്മുടെ മണ്ണും മനുഷ്യനും എന്ന കഥ. മനസ്സിനെ സ്പർശിക്കുന്ന കഥയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് വ്യക്തികളുടെ വിഭിന്ന സ്വഭാവങ്ങൾ, അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വ്യക്തമായിട്ട് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ടി പത്മനാഭന്റെ നിങ്ങളെ എനിക്കറിയാം എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പൊ ഇതിലെ നോട്ട്സുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.